നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു റീഡിങ്ങുമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോ വീട്ടുകാർക്കും പോലും ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുറേ പേര് എൻ്റെ അടുത്ത് സഹായം ചോദിച്ച് വരുന്നുണ്ട്. അവരെല്ലാം ജ്യോത്സ്യന്മാരുടെ ട്രാപ്പിൽ അകപ്പെട്ടു പോയവരാണ്. വലിയ എന്തെങ്കിലും പ്രശ്നമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഇവർ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് കരുതി ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ഭാഗത്തുള്ള നെയ്യാറ്റിൻകര കുറച്ച് ഉള്ളിലോട്ടൊക്കെയുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള കസ്റ്റമേഴ്സ് ഒരുപാട് പേരാണ്, നിരവധി പേരാണ് മെസ്സേജ് അയക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജ്യോത്സ്യന്മാരെ കാണാൻ പോയി. അവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ടിട്ട് ഇവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആവുകയാണ്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഒരു സമാധാനം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇവർ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റാരൊക്കെയോ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പുള്ള വ്യക്തിയുടെ തലമുടി എങ്ങനെയാണ്, ചെമ്പിച്ചതാണോ, കറുത്തതാണോ, മുഖം വെളുത്തതാണോ, എവിടാണ് മറുക്, ഇത് സഹിതം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇവരാകെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആവുകയാണ്. എനിക്കിടയ്ക്ക് ഒരു വ്യക്തി ഫോട്ടോ സഹിതം ഒരു മെസ്സേജ് അയച്ചു. എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കെട്ടി തൂങ്ങാൻ പോവുകയാണ്, കയറുമൊക്കെ ഇട്ടിട്ട്. ഞാൻ നേരെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് അത് വിളിച്ചു പറഞ്ഞു. ഇങ്ങനത്തെ കേസസ് നിരവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ട്രാപ്പിലാവുകയാണ്. ഇവർ സ്നേഹിക്കുന്ന വ്യക്തി ഇവരുടെ കുടുംബജീവിതം തിരിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കുന്നത്. കണ്ട പൂജാരിമാർക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജൻ ജ്യോത്സ്യന്മാർക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ ജ്യോത്സ്യന്മാർ ഒരു കാര്യം ഓർക്കുന്നില്ല, അവരുടെ ഒരു വ്യക്തിയുടെ ജീവിതമാണ് അവരുടെ കൈകളിൽ ഇരിക്കുന്നതെന്ന്. അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർ ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വളരെ വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയാണ്. ഈ എൻ്റെ അടുത്ത് പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം പറഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും നിരന്തരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു 50 വയസ്സിന് മുകളിലുള്ള ജ്യോത്സ്യന്മാരെയാണ്. അതായത് കുറച്ച് പ്രായമുള്ള എൻ്റെ അടുത്ത് ഇനിയിപ്പം ഈ ആൾക്കാരെല്ലാവരും കണ്ട ഒരേ ഒരു വ്യക്തിയാണോ എന്നും അറിയില്ല. അപ്പോൾ ഇത് ഇപ്പോഴിടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ലായിരിക്കാം. നിങ്ങളുടെ വ്യക്തി അവരുടെ പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിട്ട് മറ്റൊരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടോ എന്നിങ്ങനെ നിരന്തരമായിട്ട് ചിന്തിച്ച് ഇതുപോലുള്ള വ്യാജന്മാരായ ജ്യോത്സ്യന്മാരെ ട്രാപ്പിൽ അകപ്പെടാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടെങ്കിൽ അത് സമയം കിട്ടുന്നത് പോലെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്ന് സോൾവ് ചെയ്യുക. എത്ര ആൾക്കാർക്കാണെന്നറിയുമോ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അറിയാത്ത സമയത്ത് നിങ്ങളെ ഒളിച്ച് ആർക്കൊക്കെയോ ചാറ്റ് ചെയ്യാറുണ്ട്, ആർക്കൊക്കെയോ ഇന്ന മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിറം ഇന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജ്യോത്സ്യന്മാരാരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ, ഇത് വളരെ മോശമാണ്. ഒരു വ്യക്തിയുടെ ജീവിതമാണ് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുക, അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുക, അവർക്കൊരു സമാധാനം പറഞ്ഞു കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്മാരിൽ നിന്നും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വ്യക്തിയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ജ്യോത്സ്യനോ ആരെങ്കിലും മുഖേന നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് പരാതിപ്പെടുക. പോലീസ് സ്റ്റേഷനിൽ ഉറപ്പായിട്ടും കൊണ്ടുവന്ന് പരാതിപ്പെടണം. കാരണം ഇങ്ങനത്തെ ജ്യോത്സ്യന്മാർ കാരണം ഒരുപാട് കൊലപാതകങ്ങൾ പോലും നടക്കുന്നുണ്ട്, ഒരുപാട് ആത്മഹത്യ നടക്കുന്നുണ്ട്, കൊലപാതകം നടക്കുന്നുണ്ട്, സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ നാശം സംഭവിക്കുന്നുണ്ട്, തകർച്ച വരുന്നുണ്ട്.
എത്രയോ ജ്യോത്സ്യന്മാരാണെന്നറിയുമോ സന്തോഷവും സമാധാനവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൺസൾട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി കൈ കൊടുക്കും. ഈ കാണാൻ പോകുന്നവർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ മനസ്സിൽ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരിക്കലും ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെ ഒന്നും നിങ്ങൾ കാണാതിരിക്കുക. അതിപ്പോൾ ടാരോ കാർഡ് റീഡർ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സംശയം അത് സത്യമാണോ അതോ വെറും സംശയമാണോ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ നോക്കുക. പിന്നെ പോസിറ്റീവായിട്ട് പറഞ്ഞു തരുന്നവരുടെ കാര്യങ്ങൾ, അതായത് പോസിറ്റീവായിട്ടാണ് ഒരു ജ്യോത്സ്യം പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഒരു കാർഡ് റീഡർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ആ ഒരു ഗൈഡൻസ് മാത്രം സ്വീകരിക്കുക. നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് തലേന്ന് എടുത്ത് കളയുക. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. സമാധാനമായിട്ട് പോസിറ്റീവായിട്ട് മാത്രം മൈൻഡ് വെച്ചിട്ട് ഈശ്വരനെ അർപ്പിക്കുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും. ഈശ്വരൻ അതിന് നിങ്ങൾക്കൊരു മറുപടി തരും എന്ന് തന്നെ നിങ്ങൾ 100% വിശ്വസിക്കുക. ഇത് തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇടുന്നത്. കൂടുതലും ഇതുപോലുള്ള കേസ് വരുന്നത് ഈ തിരുവനന്തപുരം സൈഡിൽ നിന്നാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വന്നിട്ടില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്. ഈ ഒരു കാര്യം ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.